ഹായ് മക്കളെ, എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, നമ്മുടെ കേരള PSC വരാനിരിക്കുന്ന മത്സര പരീക്ഷയുടെ ഡേറ്റുമായി നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ LP UP പരീക്ഷയ്ക്കും അതേപോലെ LDC പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായി അല്ലേ. അപ്പോൾ അതിനെ അവസാനമായിട്ട് കേരള PSC ഡേറ്റ് നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. ആദ്യമായി തുടങ്ങുന്നത് നമ്മുടെ UPയുടെ എക്സാമാണ്. UPയുടെ എക്സാം, UP പരീക്ഷ അല്ലേ. UP സ്കൂളിലെ ടീച്ചർമാരാകാൻ വേണ്ടിയുള്ള നടത്തുന്ന എക്സാമാണ്. അത് ജൂലൈ 6-ാം തീയതിയാണ്. ജൂലൈ 6-ാം തീയതിയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. UP പരീക്ഷ ജൂലൈ 6-ാം തീയതി. പിന്നെ വരുന്നത് നമ്മുടെ LPയുടെ എക്സാമാണ്. LPയുടെ ടീച്ചർമാർ, LP കാറ്റഗറിയിൽ പഠിപ്പിക്കാൻ ഒരുങ്ങുന്ന ടീച്ചർമാരുടെ ശരിക്കും ശ്രദ്ധിക്കുക, ജൂലൈ 20-ാം തീയതിയാണ് LPയുടെ എക്സാം ഉള്ളത്. ഏകദേശം നമ്മുടെ മുൻപിൽ ഇന്ന് തൊട്ട് ജൂലൈ 20-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ നമ്മൾ എണ്ണി നോക്കുമ്പോൾ ഏകദേശം 80 ദിവസത്തോളം ഉണ്ട്. അപ്പോൾ ഈ 80 ദിവസത്തിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ടൊന്ന് ഇരുന്ന് റിവിഷൻ ചെയ്യേണ്ടവരൊക്കെ റിവിഷൻ ചെയ്ത് ഇനി തീർക്കാൻ ഏതൊക്കെ ഏരിയകൾ നിങ്ങൾക്ക് തീർക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് വളരെ ശക്തമായ ഒരു പഠന രീതിയിലോട്ട് നിങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ എക്സാം പറഞ്ഞിട്ടുള്ള LD പരീക്ഷയാണ്. LD പരീക്ഷ തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ജൂലൈ 27-ാം തീയതിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ജൂലൈ 27-ാം തീയതിയാണ് LD പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൺഫർമേഷൻ അഥവാ UP എക്സാമിൻ്റെയും LP എക്സാമിൻ്റെയും അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയ്ക്ക് നടത്തുന്ന LDC പരീക്ഷയ്ക്കും കൺഫർമേഷൻ മറ്റന്നാൾ മുതൽ പറഞ്ഞാൽ 22/4/2024 മുതൽ 11/5/24 വരെ, അതായത് മറ്റന്നാൾ മുതൽ ഏപ്രിൽ 22-ാം തീയതി മുതൽ മെയ് 11-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺഫർമേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നാളെ ആവുമ്പോഴേക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ ആ മെസ്സേജ് എന്തായാലും എന്ത് ചെയ്യും? നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. മറ്റന്നാൾ മുതൽ 22-ാം തീയതി മുതൽ അതേപോലെ തന്നെ അടുത്ത മാസം 11-ാം തീയതി വരെയാണ് കൺഫർമേഷനുള്ള ഡേറ്റ് എന്നുള്ളത്. പിന്നെ LDC മറ്റുള്ള ജില്ലകളിൽ ആദ്യം ഞാൻ പറഞ്ഞു, ആദ്യം തിരുവനന്തപുരം ജില്ലക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ LDC എന്താണ് ഓഗസ്റ്റിലാണ് പറയുന്നത്. ഓഗസ്റ്റിൽ പറയുന്നത് നമുക്ക് ഓഗസ്റ്റിൽ ഏത് ഡേറ്റാന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് മറ്റുള്ള ജില്ലകൾക്കൊക്കെ എക്സാം നടത്താൻ അവരുടെ ആ ടൈം ടേബിളിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓഗസ്റ്റിൽ എന്നാണ് കൺഫർമേഷൻ ഡേറ്റ് ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന ജില്ലകൾ കൊല്ലം, അതേപോലെ തന്നെ കണ്ണൂർ, അതേപോലെ തന്നെ പത്തനംതിട്ട, അതേപോലെ തന്നെ തൃശ്ശൂർ, അതേപോലെ തന്നെ കാസർഗോഡ്. കൊല്ലം ജില്ല, കണ്ണൂർ ജില്ല, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ഓഗസ്റ്റിലാണ് നടത്തുമെന്ന് PSC പറയുന്നത്. ഓഗസ്റ്റിൽ വ്യക്തമായ ഡേറ്റ് പറഞ്ഞിട്ടില്ല, കൺഫർമേഷൻ്റെ ഡേറ്റും സൂചിപ്പിച്ചിട്ടില്ല. അത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. പിന്നെ നടത്താൻ പോകുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബറിൽ ഏതൊക്കെ ജില്ലകളിലാണ് നടത്തുന്നത് വെച്ചാൽ ആലപ്പുഴ, അതേപോലെ തന്നെ കോട്ടയം, അതേപോലെ തന്നെ പാലക്കാട്, അതേപോലെ തന്നെ കോഴിക്കോട്. അപ്പോൾ ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് സെപ്റ്റംബറിൽ നടത്തുന്നത്. ഡേറ്റ് പ്രത്യേകം പറഞ്ഞിട്ടില്ല, കൺഫർമേഷൻ്റെ ഡേറ്റും പറഞ്ഞിട്ടില്ല. ഇനി ഒക്ടോബറിലാണ്. ഒക്ടോബർ ഓക്കെ. ഒക്ടോബറിൽ നടത്തുന്നത് ഇടുക്കി, അതേപോലെ തന്നെ എറണാകുളം, അതേപോലെ തന്നെ മലപ്പുറം, അതേപോലെ തന്നെ വയനാട്. ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ഈ ജില്ലകളിലാണ് അവസാനമായിട്ട് ഒക്ടോബറിൽ നടത്തുന്നത്. അപ്പം നമുക്കറിയാം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസങ്ങളിൽ
നടത്തുന്ന ജില്ലകളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു. ഇതിൻ്റെ ഡേറ്റ് PSC സൂചിപ്പിച്ചിട്ടില്ല, അത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കൺഫർമേഷൻ ഡേറ്റും PSC സൂചിപ്പിച്ചിട്ടില്ല, അതും പിന്നീട് അറിയിക്കുന്നതായിരിക്കും. എന്നാൽ ഒരു കാര്യം, ജൂലൈ 27-ാം തീയതി തിരുവനന്തപുരം ജില്ലക്ക് മാത്രം LDC പരീക്ഷ നടക്കാൻ പോവുകയാണ്. അതിന് ഡേറ്റ് വ്യക്തമായി PSC പറഞ്ഞു, ജൂലൈ 27. അതിൻ്റെ കൺഫർമേഷനും UP പരീക്ഷയുടെ കൺഫർമേഷനും LP പരീക്ഷയുടെ കൺഫർമേഷനും മറ്റന്നാൾ മുതൽ 22-ാം തീയതി മുതൽ അടുത്ത മാസം അഥവാ മെയ് 11-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺഫർമേഷൻ ചെയ്യാൻ പറ്റും. അതിനുള്ള മെസ്സേജ് നിങ്ങളുടെ പ്രൊഫൈൽ വരുന്നതായിരിക്കും. അപ്പം ഇനി എൻ്റെ മക്കളോട്, കേരളത്തിലെ ഈ പോസ്റ്റുകൾക്കൊക്കെ മത്സരിച്ച് പഠിക്കുന്നതിൻ്റെ ഉദ്യോഗാർത്ഥികളോട് അവസാനമായിട്ട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതുവരെ ഡേറ്റ് വന്നിട്ടില്ല എന്നുള്ള പ്രതീക്ഷകളായിരുന്നു നിങ്ങൾക്ക്. പല ആളുകളും ഓഗസ്റ്റ് കഴിയും, സെപ്റ്റംബർ ആകും, ഒക്ടോബർ ആകും എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? എന്നാൽ ജൂലൈയിൽ വെച്ച് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു എക്സാം UP ആയാലും LP ആയാലും അത് എനിക്ക് വേണം, അതില്ലാതെ ഇനി പറ്റൂല, ഇതെൻ്റെ ലാസ്റ്റ് ഷിപ്പാണ്, ഇനി എനിക്ക് തീരത്തെടുക്കാൻ വേറൊരു ഷിപ്പ് ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് വളരെ വളരെ സെറ്റപ്പായിട്ടൊന്ന് ആഞ്ഞു പിടിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് പോസ്റ്റാണോ അത് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ട് നിങ്ങൾക്ക് തന്നെ ലഭിക്കും. അത് സത്യമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലാക്കി ഒരാളും കൺഫർമേഷൻ കൊടുക്കാൻ മറക്കരുത്. ഒരുപാട് കുട്ടികൾ വിളിക്കാറുണ്ട്, സാർ കൺഫർമേഷൻ കൊടുക്കാൻ മറന്നുപോയി. അങ്ങനൊന്നും ഇനി ഉണ്ടാകാൻ പാടില്ല. ആവർത്തിച്ച് പറയുന്നു, ഈ ഒരു അവസരം ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി പഠിച്ചു തുടങ്ങാത്തവർ, അല്ലെങ്കിൽ റിവിഷനിൽ എത്താത്തവർ, അല്ലെങ്കിൽ ഇനിയും ഏരിയകൾ ബാക്കിയുള്ളവർ, എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഇരുന്ന് നന്നായിട്ടൊന്ന് മെനക്കെട്ടിരുന്ന് പഠിക്കുക. നിങ്ങളുടെ കയ്യിൽ വിജയം ഉണ്ടാവും. ലാസ്റ്റത്തെ ചിരി എന്നെ കേൾക്കുന്ന കേരളത്തിലെ ഈ ഉദ്യോഗാർത്ഥികളുടെ ചിരിയായിരിക്കും. താങ്ക് യു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.